ഹായ് ഓൾ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലും ഗിവ് അവേ ഉണ്ട്. എന്താണ് ഗിവ് അവേ ഗിഫ്റ്റ്, അതുപോലെ തന്നെ റൂൾസ് എന്നൊക്കെ അറിയാനായിട്ട് വീഡിയോ ലാസ്റ്റ് വരെ കാണാം കേട്ടോ. നമ്മൾ ഇന്ന് ജേർണലിങ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബുക്കിനകത്താണ്. ഇതിലിങ്ങനെ 4 സെക്ഷനായിട്ടാണ് കേട്ടോ വരുന്നത്. ബ്ലാങ്ക് പേജ് ഉണ്ട്, അതുപോലെ തന്നെ ലൈൻസ് ഉള്ള പേജസ് ഉണ്ട്, പിന്നെ ഡോട്ട് വരുന്നതുണ്ട്, അതുപോലെ തന്നെ ഗ്രിഡായിട്ട് വരുന്ന പേജും ഉണ്ട് കേട്ടോ. ഇങ്ങനെ 4 സെക്ഷനായിട്ടാണ് വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പേജ് ചൂസ് ചെയ്തിട്ട് ജേർണലിങ് ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ഈ ഗ്രിഡായിട്ടുള്ളതാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് ചെയ്തിട്ടൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഇടാത്തത് എന്നുള്ളത്. സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത്. നമ്മുടെ ഇന്നത്തെ ജേർണലിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഞാൻ ഇങ്ങനൊരു ടോപ്പിക്ക് ചൂസ് ചെയ്യാൻ കാരണം എനിക്ക് വരുന്ന കേസുകളിൽ കൂടുതലും ലോ സെൽഫ് എസ്റ്റീം റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളാണ്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാഭിമാനം എന്നാണ് അർത്ഥം. ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ സ്വന്തം മൂല്യങ്ങളെക്കുറിച്ച് നമുക്കുള്ളൊരു ബോധമാണ് ആത്മാഭിമാനം എന്ന് പറയുന്നത്. നമ്മുടെ കഴിവിലുള്ള ആത്മവിശ്വാസം ഉൾപ്പെടെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള വിശ്വാസം, ആറ്റിറ്റ്യൂഡ്, ഇമോഷൻസ് ഇതെല്ലാം നമുക്ക് സെൽഫ് എസ്റ്റീമിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ നമ്മളെ എത്രമാത്രം വിലമതിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സെൽഫ് എസ്റ്റീം നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ, അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പുകൾ, നമ്മുടെ ഇമോഷണൽ ഹെൽത്തിനെ, നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല ടൈപ്പിലുള്ള ആളുകളെ കാണുന്നതാണ്. അതിൽ നമുക്ക് ചില ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും, അവർ വളരെ പോസിറ്റീവായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള വ്യൂസിലായിരിക്കും കാര്യങ്ങൾ കാണുക. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കഴിവുകളെ തിരിച്ചറിയാനും അവർക്കുണ്ടാകുന്ന പുതിയ പുതിയ സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ചലഞ്ചസൊക്കെ ഏറ്റെടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർ വളരെ നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നത് കാണാൻ കഴിയും. അങ്ങനത്തെ ആളുകളിൽ സെൽഫ് എസ്റ്റീം വളരെ അധികം ഉണ്ട് എന്ന് തന്നെ പറയാം. ഇനി ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ അവരുടെ ചൈൽഡ്ഹുഡിലുള്ള എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ അവർക്ക് സൊസൈറ്റിയിൽ നിന്നുണ്ടാകുന്ന പല ടൈപ്പ് ഓഫ് പ്രഷർ, അല്ലെങ്കിൽ അവർക്ക് അവരോട് തന്നെയുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ, ഇതിൻ്റെയൊക്കെ പേരിലായിരിക്കും അവർക്ക് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവുക. ലോ സെൽഫ് എസ്റ്റീം ആയിട്ടുള്ള ആളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ് അവർക്ക് അവരോട് തന്നെ വിശ്വാസമില്ലാത്തൊരവസ്ഥ. സെൽഫായിട്ട് തീരെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. എന്തൊരു കാര്യം ചെയ്യാനാണെങ്കിലും അവർക്ക് മൈൻഡിൽ അത് ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ ഒരിക്കലും അവർക്ക് അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പുതിയ പുതിയ ടാസ്കുകൾ, ചലഞ്ചസ് ഒന്നും അവർ ഏറ്റെടുക്കില്ല. പിന്നെ അതുപോലെ തന്നെ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് മെയിനായിട്ട്. സെൽഫായിട്ട് അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇമേജസ് ഉണ്ടാവും, തോട്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ സെൽഫായിട്ട് അവർ ഡൗട്ട് അടിക്കുന്നൊരു സ്വഭാവമായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഇനി സെൽഫ് എസ്റ്റീം കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കഴിവുകൾ എന്താണോ അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ടാസ്കുകളും ചലഞ്ചസൊക്കെ ഏറ്റെടുക്കുക, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അതിലൂടെ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഒക്കെ വളർത്തിയെടുക്കാനായിട്ട് കഴിയും. പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ഉറപ്പുണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ നോ എന്ന് പറയേണ്ട സാഹചര്യങ്ങളിൽ നോ എന്ന് പറയാൻ പഠിക്കുക. പിന്നെ നമ്മൾ സ്വയം നമുക്ക് ചലഞ്ചസും ടാസ്കൊക്കെ കൊടുക്കുക. അതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീം ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജേർണലിൻ്റെ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ജേർണലിൻ്റെ ഫൈനൽ ലുക്ക്. ആസ് എ കൗൺസിലർ സെൽഫ് എസ്റ്റീം റിലേറ്റഡ് ആയിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ജേർണലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങളുടെ മെൻ്റൽ വെൽബീയിങ്ങിൻ്റെ ബുക്കിൽ നിങ്ങളും ചെയ്തു വെക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. ഇനി എന്താണ് ഗിവ് അവേ ഗിഫ്റ്റ് എന്നുള്ളത് നോക്കാം. ഞാൻ ഈ 3 ബോക്സാണ് ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. 3 പേർക്കാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ബുക്ക് വരുന്നുണ്ട്, 2 വാഷി ടേപ്പ്, പിന്നെ നമുക്കിതാ കീ ചെയിൻ ഉണ്ടാക്കാനുള്ള ഐറ്റംസും വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വീഡിയോക്ക് 1K വ്യൂസ് ആയിക്കഴിഞ്ഞാൽ ഞാൻ വിന്നർ അനൗൺസ് ചെയ്യുന്നതാണ്. നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തിട്ടുള്ള 3 പേരെ മാത്രമാണ് നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും റൂൾസ് കംപ്ലീറ്റ് ചെയ്യുക. 1K വ്യൂസ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.